ഇനി കോമ്പറ്റീഷന് കുറച്ച് ടൈപ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സോഷ്യൽ കോമ്പറ്റീഷൻ, രണ്ടാമത്തെ എക്കണോമിക് കോമ്പറ്റീഷൻ, മൂന്നാമത്തെ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ, നാലാമത്തെ കൾച്ചറൽ കോമ്പറ്റീഷൻ. സോഷ്യൽ കോമ്പറ്റീഷൻ നോക്കുന്ന സമയത്ത് ഒരു സോഷ്യൽ സ്റ്റാറ്റസിനും റെക്കഗ്നിഷനും വേണ്ടിയിട്ട് നമ്മൾ സ്ട്രൈവ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്തിന് സോഷ്യൽ കോമ്പറ്റീഷൻ എന്ന് പറയും. അത് ചില സൊസൈറ്റി, ഓപ്പൺ സൊസൈറ്റികളെല്ലാം മെറിറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ ടാലൻറ്റിൻ്റെ പേരിലും നല്ല രീതിയിൽ നടന്നു പോകുന്ന സൊസൈറ്റികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി എക്കണോമിക് കോമ്പറ്റീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി വിഗറസ് ആയിട്ടുള്ള ഫോമാണ്. അതായത് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ജോബും വെൽത്തും റിസോഴ്സസ് ഒക്കെയാണ്. ഇനി ഇത് ഇൻഡിവിജ്വൽ ലെവലിലും അതേപോലെ തന്നെ ഗ്രൂപ്പ് ലെവലിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് പൊളിറ്റിക്കൽ കോമ്പറ്റീഷനാണ്. അത് എന്തിനു വേണ്ടി വെച്ചാൽ പവർ കിട്ടുന്നതിനും അതേപോലെ തന്നെ ഇലക്ഷൻ്റെ സമയത്താണ് ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇത് നാഷണലും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ലെവൽസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി കൾച്ചറൽ കോമ്പറ്റീഷനാണ്, അല്ലെങ്കിൽ അത് റേഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ ഇടയിൽ നിൽക്കുന്നതിനാണ് കൾച്ചറൽ അല്ലെങ്കിൽ റേഷ്യൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതായത് ഇൻവേഡിങ് ആയിട്ടുള്ള കൺട്രീസിലുള്ള ഒരു രാജ്യം വേറെ രാജ്യത്തിനെ ആക്രമിച്ച് കീഴടക്കുന്നില്ലേ, അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇനി ഇതിൻ്റെ റോൾ ആൻഡ് ഫങ്ഷൻസ് നോക്കുന്ന സമയത്ത് ഇത് നമുക്കൊരു സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു സൊസൈറ്റിനകത്ത് ഒരു പ്ലേസ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസിനെ മോട്ടിവേറ്റ് ചെയ്യും, എഫേർട്ട് എടുക്കാനും ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാനും അതേപോലെ തന്നെ ടാലൻറ്റും അത് എൻകറേജ് ചെയ്യും. ഇനി സോഷ്യൽ മൊബിലിറ്റി എനേബിൾ ചെയ്യിപ്പിക്കും. അതായത് ഇൻഡിവിജ്വൽസിൻ്റെ സോഷ്യൽ സ്റ്റാൻഡിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ പ്രോഗ്രസ് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാകും. അതായത് എക്കണോമിക് ആയാലും സോഷ്യൽ ആയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ വേണം. ഇനി ന്യൂ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യും. അതായത് നമുക്ക് ഒരു പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും പറ്റും. ഇനി അതേപോലെ തന്നെ ബെസ്റ്റ് ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽസിനെ നമുക്ക് അതിനകത്ത് നിന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റോൾസ് നമുക്ക് കൊടുക്കാനും വേണ്ടി പറ്റും. അതായത് നമുക്കിപ്പം എക്സാമ്പിൾ പറയുന്ന സമയത്ത് നമ്മുടെ ഇലക്ഷനിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ പറയുന്നത് എന്തായിരിക്കും, അത്രക്കും ബെസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ട്.